വൈജയന്തിയുടെ അഹങ്കാരത്തിന് അറുതി വരുത്താൻ സ്റ്റാലിനുമായി അലീന എത്തുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അലീന സ്റ്റാലിനെ മര്യാദ പഠിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ അലീനയെ ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അലീനയ്ക്ക് അതത്ര വശം വരുന്നില്ല എന്ന് കാണാം. അതുകൊണ്ട് തന്നെ അലീന കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആ സമയം സ്റ്റാലിനാണെങ്കിൽ എഴുന്നേറ്റ് പോകുന്നതാണല്ലോ കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയം അത് അലീനയ്ക്ക് വല്ലാത്ത വിഷമം ആയിട്ടുണ്ട് എന്ന് കാണാം. അലീനയും ഒന്നും തന്നെ കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇതേ സമയം വല്യപ്പച്ചനാണെങ്കിൽ അലീന ഒന്നും കഴിച്ചിട്ടില്ല, നീയാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്ന് കാണാം. ഇതേ സമയം ഞാനോ എന്ന് ചോദിക്കുമ്പോൾ, അതെ നീ തന്നെ, നീ എന്തിനാ അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിക്കുന്നു. നിൻ്റെ ചിട്ടയും കാര്യങ്ങളൊന്നും അവളുടെ അടുത്ത് ചിലവാവില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെയും നീ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് ലാലിച്ച എന്ന് ചോദിക്കുന്നു. നീ കാരണമാണ് അവൾ ഇന്ന് ഭക്ഷണം കഴിക്കാഞ്ഞത് എന്ന് കൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണ്. ഇതേ സമയം സ്റ്റാലിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാകുന്നുണ്ട്. സ്റ്റാലി അലീനയോട് സംസാരിക്കാനും ആയിട്ട് എത്തുകയാണ്. അങ്ങനെ അലീനയോട് സ്റ്റാലി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ചിട്ടയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്, എനിക്ക് ഒരുപാട് ചിട്ടയൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ എന്ന് പറയാണ്. നീ ആ ചിട്ടയൊക്കെ തെറ്റിക്കുന്നത് കണ്ടപ്പോൾ, ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന എൻ്റെ നിയമ നടപടിക്രമങ്ങളൊക്കെ നീ തെറ്റിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമവും ദേഷ്യമൊക്കെ വന്നു. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയത് എന്ന് പറയുന്നു. പപ്പ, ഞാൻ പപ്പയെ ചിട്ടയെ ഒന്നും തകർക്കാനോ പപ്പയുടെ ആശയത്തെ ഹീനിക്കാനോ ഒന്നുമല്ല ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പപ്പ കുറച്ചും കൂടി ശരിയാകാനുണ്ട്. പപ്പയുടെ ആശയം എന്തായാലും നല്ലത് തന്നെയാണ്, ഞാൻ അതിനെ 100% അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല ഡിസിപ്ലിൻ ആയിരിക്കേണ്ടത്. ഇത് പപ്പയുടെ ആഗ്രഹത്തെ പപ്പ എല്ലാവരിലേക്കും അടിച്ച് എത്തിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പപ്പയുടെ പണം വാങ്ങുന്നത് കൊണ്ട് തന്നെ അവരൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നേയുള്ളൂ എന്ന് പറയുന്നു. അത് പപ്പയോടുള്ള സ്നേഹമോ വിശ്വാസമോ ഒന്നുമല്ല, പപ്പയുടെ പണം കണ്ടിട്ട് മാത്രമുള്ള ഒരു കാര്യമാണെന്ന് അലീന സ്റ്റാലിയോട് പറയുന്നു. കൂടാതെ ഞാൻ പരിശ്രമിക്കാണ്ടല്ല പപ്പ, ഞാൻ പരമാവധി പരിശ്രമിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പപ്പയുടെ രീതിയിലേക്ക് വരാനായിട്ട്. പക്ഷെ പെട്ടെന്നൊരു മാറ്റം അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പെട്ടെന്നങ്ങനെ മാറാനായിട്ട് കഴിയില്ല. നമ്മൾ ഇത്രയും നാൾ ശീലിച്ച ഒരു ശീലം പെട്ടെന്ന് തന്നെ മാറ്റാൻ പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയുന്നു. പപ്പയും പപ്പയുടെ ശീലങ്ങളൊക്കെ മാറ്റാൻ പറഞ്ഞാൽ പപ്പയ്ക്ക് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ലേ എന്ന് പറയുന്നു. അത് കേട്ടതും അലീന പറയുന്നതും ശരിയാണെന്ന് സ്റ്റാലിന് തോന്നുകയാണെന്ന് കാണാം. ഞാൻ പപ്പയെ വിഷമിപ്പിക്കാനല്ല ഇതെല്ലാം പറയുന്നത്, പപ്പ ചെയ്യുന്നതിലും ഒരുപാട് തെറ്റുകളുണ്ട്, അതുമാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ എന്ന് കരുതി പപ്പ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ഞാൻ എവിടെയും പറയില്ല, ആരോടും പറയില്ല. പപ്പയും ശരി ചെയ്യുന്നുണ്ട്, ശരിയിൽ കുറച്ച് പോരായ്മകളുണ്ട് എന്ന് പറയുന്നു. അത് പരിഹരിക്കാനേ, അത് നികത്താനേ ഞാൻ പപ്പയോട് പറയുന്നുള്ളൂ എന്ന് അലീന പറഞ്ഞു വയ്ക്കുന്നു. തുടർന്ന് അലീനയിൽ നിന്നും അലീനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പപ്പയായി മാറണമെന്നുള്ളൊരു ചിന്താഗതി സ്റ്റാലിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാലിനാണെങ്കിൽ അലീന പറയുന്നതും ശരിയാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ അലീന സ്റ്റാലി പോകുന്ന വഴി പപ്പയ്ക്ക് വിഷമമായെങ്കിൽ മാപ്പ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് സ്റ്റാലിന് അലീന മാപ്പ് പറയുമ്പോൾ ഒരാശ്വാസവും ഒരു സന്തോഷമൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നു. കൂടാതെ അലീനയിൽ നിന്ന് ഒരുപാട്
താൻ ജീവിതത്തെക്കുറിച്ചും താൻ ജീവിതത്തെന്ന കോൺസെപ്റ്റിനെക്കുറിച്ചും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് സ്റ്റാൻലി തിരിച്ചറിയുകയാണ്. തുടർന്ന് നമ്മുടെ വൈജയന്തി ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കടപ്പാട്ടൂർ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഒടുവിൽ മക്കളും ബാലചന്ദ്രനും വീണ്ടും വൈജയന്തിക്കെതിരാകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. വൈജയന്തി അത് വലിയ ഗമയോടെ കൊണ്ട് നടക്കുകയാണ്. എന്നിരുന്നാലും ജോലിക്കാരി വയ്ക്കുന്ന ഭക്ഷണം പോലും കഴിക്കാതെ മക്കൾ വൈജയന്തിക്ക് നേരെ കുറ്റപ്പെടുത്തലുകളുമായിട്ട് കടന്നു ചെല്ലുകയാണ്. വൈജയന്തി അവരെ എല്ലാവരെയും അടിച്ചിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് അമ്മയുടെ വീടല്ല, ഇത് അച്ഛൻ്റെ വീടാണെന്ന് നമ്മുടെ കുട്ടികൾ ഓർമ്മിപ്പിക്കുകയാണ് വൈജയന്തിയെ എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം വൈജയന്തിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വൈജയന്തിക്ക് ഒന്നും തന്നെ പറയാനായിട്ട് കഴിയുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് ബാലചന്ദ്രനാണെങ്കിൽ തൻ്റെ മക്കളെയും കൊണ്ട് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വൈജയന്തി തടയാനായിട്ട് മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും ബാലചന്ദ്രൻ വകവയ്ക്കുന്നില്ല എന്ന് കാണാം. ഇതിനിടയിൽ നമ്മുടെ വൈജയന്തിയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എൻ്റെ മാർഗത്തിൽ നിൽക്കുന്ന വെറും ഒരു പുഴുവാണ്. എനിക്ക് നിന്നെ ഭാര്യയായിട്ട് കാണാനോ ഭാര്യയായിട്ട് അംഗീകരിക്കാനോ ഒരിക്കലും സാധിക്കില്ല. നീ എന്നെപ്പോലൊരു ഭാര്യയെ എനിക്കാവശ്യമില്ല എന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ വൈജയന്തി സങ്കടപ്പെടുകയാണ്. ഇവിടെ മനുവാണെങ്കിൽ അലീനയോട് എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും നിനക്ക് നിൻ്റെ സഹോദരങ്ങളെ കാണാൻ നിൻ്റെ പപ്പയുമായിട്ട് വന്നുകൂടെ എന്നും ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ വരണം, ഒരു ദിവസം തീർച്ചയായിട്ടും വരണം എന്ന് അലീന ചിന്തിക്കുകയാണ് എന്നും കാണാൻ കഴിയും. അങ്ങനെ അലീന ആഗ്രഹം തൻ്റെ പപ്പയോട് പറയുകയാണ് എന്നും കാണാം. ഒടുവിൽ ബാലചന്ദ്രനെ വിളിച്ച് സ്റ്റാൻലി വരവിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വന്നോളാനായിട്ട് പറയുന്നുണ്ട്. വൈജി ഒരു സമയം നോക്കിയാൽ വരാൻ പറയുന്നതെങ്കിലും വൈജി ഇല്ല എന്നൊരു ഉറപ്പായിട്ടാണ് വരുന്നത് അലീന പപ്പയെയും കൊണ്ട്. അവിടെ വീണ്ടും സന്തോഷം നിറയുന്നുണ്ട്. ആ സമയം കുറച്ച് കഴിയുമ്പോഴേക്കും വൈജയന്തി എത്തുകയാണ് എന്ന് കാണാം. വൈജയന്തി അലീനയെ കണ്ടതും ഉറഞ്ഞു തുള്ളാൻ തുടങ്ങുകയാണ്. ഇതേ സമയം അലീന പറയുന്നുണ്ട്, ഞാനിവിടെ താമസമൊന്നും ആക്കാൻ വന്നതല്ല, ഇതാണ് എൻ്റെ പപ്പ എന്ന് പറയുന്നു. പപ്പയെ കണ്ടതും വൈജയന്തി ഞെട്ടുന്നു. അപ്പോൾ സബ്സ്ക്രൈബ്